എന്തു പറ്റി അമ്മയുടെ അബിക്ക്? കാര്യം പറയാതെ പിള്ളേരോട് ദേഷ്യപ്പെട്ടു പോയപ്പോൾ വേദൊന്ന് പേടിച്ചു കേട്ടോ. നിരഞ്ജനോട് ഫോണിൽ സംസാരിച്ചിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്ന അബിക്ക് അടുത്തുനിന്ന് രാധിക ചോദിച്ചു. അതൊന്നുമില്ലമ്മ, ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ അവരുടെ ബഹളം കൂടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോയതാണ്. രാധികയുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ വല്ലായ്മയുടെ അബി പറഞ്ഞു. വെറുതെ ഒന്നും അല്ലെന്ന് അമ്മയ്ക്കറിയാം അബി. ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞ് കുത്തി നോവിച്ചിട്ടുണ്ടാകുമെന്നും അമ്മയ്ക്ക് തോന്നി. മോനെ, ചെയ്യാത്ത തെറ്റിന് നിന്നെ ക്രൂശിച്ചവർക്ക് ഇന്ന് ദൈവം തന്നെ ശിക്ഷ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആരോടും പകരം പറയാനോ പ്രതികാരത്തിനോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നമ്മുടെ മനസ്സും നമുക്കൊപ്പമുള്ളവരുടെ മനസ്സും വേദനിപ്പിക്കാനോ നിൽക്കരുത്. അമ്മയ്ക്കത് നിന്നോട് പറയാനുള്ളൂ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് രാധിക പറഞ്ഞു. അമ്മ വിഷമിക്കാൻ വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ. തോളിലൂടെ കൈ ചുറ്റി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അബി. അങ്ങനെയല്ല അബി, നിന്റെ മുഖമൊന്നും മാറിയപ്പോലും അമ്മയുടെ നെഞ്ചിൽ തീയാണ്. ഒരുപാട് സങ്കടങ്ങൾ ഈ പ്രായത്തിൽ നീ അനുഭവിച്ചില്ലേ. ഇനി നീ നിവിമോൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. നീ ഒരാൾ സന്തോഷമായിട്ട് ഇരുന്നാൽ തന്നെ നിനക്ക് ചുറ്റുമുള്ള ഞങ്ങളെല്ലാവരും സന്തോഷിക്കും. രാധിക പറയുന്നതൊക്കെ കേൾക്കെ തൻ്റെ ദേഷ്യം അമ്മയെ ഒരുപാട് ഭയപ്പെടുത്തിയെന്ന് മനസ്സിലാവുകയായിരുന്നു അബി. ഇല്ലമ്മ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അവരുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് പറയുമ്പോൾ അബിയുടെ കണ്ണുകളും കലങ്ങിയിരുന്നു. പ്രവീണിൻ്റെ അച്ഛൻ മരിച്ചു. ആ വാർത്തയിൽ ഒരു നിമിഷം അബി പകച്ചിരുന്നു. അബി മാത്രമല്ല, ആ മരണം അറിഞ്ഞ നിമിഷം തളർന്നതാണ് ആര്യയും വേദവും. പ്രവീണിനെ പോലെ ഒരു മകന് ജന്മം കൊടുത്തത് പോയെന്ന് ഒഴിച്ചാൽ തികച്ചും സാധുവായ ഒരു മനുഷ്യൻ നെഞ്ചുവേദനിക്കുന്നെന്നും പറഞ്ഞതിനെ തുടർന്ന് വിനോദിനെ അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. ആ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ ഇനി ഒരിക്കലും പുഞ്ചിരിയോടെ വാ മോളെ എന്ന് വിളിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ അച്ഛൻ ഉണ്ടാവില്ലെന്ന് ആലോചിക്കെ വിങ്ങി പൊട്ടിക്കരഞ്ഞു ആര്യ. വേദു ആവട്ടെ ആ ഹാളിൽ നിലത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് കീഴിൽ കിടത്തിയിരിക്കുന്ന അച്ചാച്ചനെ നിറമിഴിയോടെ കണ്ണും മതം നോക്കിയിരുന്നു. പ്രവീണിനെ ആര് വിവരം അറിയിച്ചെങ്കിലും ഒറ്റയ്ക്ക് വരാൻ പറ്റുന്ന ആരോഗ്യമല്ലാത്തതിനാൽ മുരളിയാണ് അവനെ വീൽചെയറിൽ ഇരുത്തി കൊണ്ടുവന്നത്. വൈഷ്ണവി മാസ്ക് ഒക്കെ വെച്ച് മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറിച്ച് പ്രവീണിന്റെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും അവളോ പ്രവീണോ ആരെയും മുഖമുയർത്തി നോക്കുന്നുണ്ടായിരുന്നില്ല. പ്രവീണിന്റെ അച്ഛൻ വിളറി വെളുത്ത മുഖത്തേക്ക് ഒരു നിമിഷം ഹൃദയം പിടഞ്ഞു നോക്കിയിരുന്നു. താൻ കാണും തൻ്റെ വഴിവിട്ട ജീവിതം അറിഞ്ഞ് ഹൃദയം പൊട്ടിയാണ് അച്ഛൻ പോയത്. ജീവനോടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ആ വേദനയിൽ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടയ്ക്കാൻ പോലും ആവാതെ മുഖമുയർത്തിയ പ്രവീൺ കുറച്ചു മാറി അച്ഛനെ കണ്ണിമ മായ്ക്കാതെ നോക്കിയിരിക്കുന്ന വേദുവിനെ കണ്ടിരുന്നു. ആ കുഞ്ഞുമുഖം കാണെ അവനുള്ളിൽ വാത്സല്യം നിറഞ്ഞെങ്കിലും അറിയാതെ പോലും ആ കണ്ണുകൾ തനിക്ക് നേരെ നീളുന്നില്ല എന്ന തിരിച്ചറിവിൽ ഒരിക്കൽ കൂടെ തൻ്റെ പൊന്നോമനെ നോക്കാനാവാതെ വേദനയുടെ നോട്ടം മാറ്റിക്കളഞ്ഞു പ്രവീൺ. തന്നെ പൊതുശ്മശാനത്തിൽ ദഹിപ്പിച്ചാൽ മതിയെന്ന് വിനോദിനോട് എപ്പോഴോ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അയാളുടെ ആഗ്രഹപ്രകാരം അതുപോലെ തന്നെ ചെയ്തു. 16-ാം ദിവസത്തെ അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞതോടെ അബി ആര്യൻ വേദുവിനെ വീട്ടിലേക്ക് കൂട്ടി. ഇനി ഒരു മടങ്ങി വരവ് ആ വീട്ടിലേക്ക് ഇരുന്ന് ഒരിക്കൽ കൂടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആര്യൻ മോളെയും കുട്ടി എന്നേക്കുമായി ആ വീടിൻ്റെ പടിയിറങ്ങി. ഈ 16 ദിവസവും ആഗ്രഹിച്ചതുപോലെ വേദന തിരിഞ്ഞു നോക്കും എന്ന് അപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് അല്പം മാറി നിന്നിരുന്ന പ്രവീൺ. എന്നാലും ഒരിക്കൽ പോലും അറിയാതെ എന്ന വണ്ണം പോലും അവൾ തൻ്റെ അച്ഛനെ നോക്കിയതേയില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയോളം ആരെയും കൂടെ നിന്ന് അബിയെയും ചുറ്റിപ്പറ്റി തന്നെയാണ് വേദ നടന്നത്. അവളോട് മോൾ എന്താ അവകാശത്തിൽ ഒരു വാക്കുമിണ്ടാൻ പ്രവീണും ഭയം തന്നെയായിരുന്നു. ഇനി താൻ എത്ര നല്ലവനായാലും ഒരിക്കലും ഒന്നും പഴയതുപോലെ ആവില്ലെന്ന് വീണ്ടും വീണ്ടും പ്രവീൺ സ്വയം പറഞ്ഞു പഠിക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ അത്രയും എല്ലാം കൊണ്ടും മാനസികമായി തകർന്നു പോയ വിനോദിനെ ആകാശിൻ്റെ അച്ഛൻ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇല്ലെങ്കിൽ ഇനി എന്ത് ബന്ധത്തിൻ്റെ പേരിൽ അവർ അവിടെ നിൽക്കണമെന്ന് കൂടെ അയാൾ ചിന്തിച്ചിരിക്കാം. 16-ന്റെ ചടങ്ങുകളൊക്കെ നന്നായി തന്നെ നടന്നു. അന്ന് അവസാനത്തെ ബന്ധുവും പോയതിനു ശേഷം പ്രവീണിനൊപ്പം മുരളി മാത്രം ആ വീട്ടിൽ അവശേഷിച്ചു. എടാ പ്രവീൺ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ നീ, അതോ എനിക്കൊപ്പം വരുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് നേരെ മുരളിയുടെ വീട്ടിലേക്കാണ് പ്രവീൺ വൈഷ്ണവിയെ കൂട്ടി നേരെ പോയത്. ഇപ്പോഴും വൈഷ്ണവി എങ്ങോട്ടും പോകാൻ ഇടമില്ലാതെ അവിടെ തന്നെയുണ്ട്. ഈ വീട് അച്ഛൻ എൻ്റെ വേദുവിന് കൊടുത്തതാണ്. ഞാൻ ഇവിടെ നിൽക്കാൻ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങണം. ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മോൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ആര്യപ്പോലെ വാശിക്കാരിയാണ് അവളും. അല്ലെങ്കിലും അവൾ അവളുടെ അമ്മയെപ്പോലെ തന്നെ ആയാൽ മതി. ഹാളിലെ ടേബിൾ ഹാരമിട്ട് വച്ചിരിക്കുന്ന അച്ഛനെ ചിരിച്ച മുഖത്തേക്ക് നോക്കിയിരുന്ന് പറയുമ്പോൾ പ്രവീണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടിൽ സങ്കടം കനതു. എടാ നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. പ്രവീണിൻ്റെ ആ വിഷമം കാണെ മുരളി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും ശരിയാവില്ല മുരളി, ഒരിക്കലും ഒന്നും ശരിയാവില്ല. എപ്പോഴും എൻ്റെ ജീവിതം കൈവിട്ടു പോയി. ഇനി മരിക്കുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക്
മുഖം കുനിച്ചിരുന്ന് പറയുന്നവന്റെ കണ്ണിൽ നിന്ന് നീരിറ്റ് വീഴുന്നത് കാണി വിഷമത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു മുരളി. കോളേജിൽ നിന്ന് കിട്ടിയ കൂട്ടാണ് പ്രവീൺ. മുത്തശ്ശിന്റെ തണ്ടിൽ വളർന്ന തനിക്ക് ആ മനുഷ്യന്റെ വിയോഗത്തിലോട് തനിക്ക് ആ തകർച്ചയിലൊരു കൂടപ്പിറപ്പിനെ പോലെ കൂട്ടായി നിന്നവൻ. ഇന്നും ആ സൗഹൃദം, ആ സ്നേഹം നഷ്ടമാവാൻ താൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അവന്റെ പ്രവർത്തികളിൽ എതിർപ്പ് പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും മാറില്ലെന്ന് കണ്ടപ്പോൾ മൗനം പാലിച്ചത്. ഇന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റായി പോയെന്ന് വേദനയുടെ മുരളി ഓർത്തു. എനിക്ക് വയനാട്ടിലേക്ക് മാറ്റമാണ് മുരളി. അല്പനേരത്തിന് ശേഷം പതിഞ്ഞ ശബ്ദത്തിൽ പ്രവീൺ പറഞ്ഞു. എന്നാ പോകേണ്ടത്? അവിടെ താമസമൊക്കെ എങ്ങനെയാവും? പ്രവീൺ പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഒരു മാറ്റം അവന് ആവശ്യമാണെന്ന തോന്നലിൽ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് തിരക്കിയവൻ. ഈ വരുന്ന മൺഡേ ജോയിൻ ചെയ്യണം. ശനിയാഴ്ച ഞാൻ പോകും. അതിനു മുൻപ് വൈഷ്ണവിയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കണം. ചെയറിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് പ്രവീൺ പറഞ്ഞു. അതിന് എന്ത് ചെയ്യാനാടാ നിന്റെ തീരുമാനം? എനിക്കവൾ അവിടെ താമസിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നിന്നെ ഓർത്ത് സഹിക്കുന്നതാണ്. എനിക്കറിയാം നിനക്ക് അവളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതെ അവിടുന്ന് മാറ്റിക്കൊള്ളാം ഞാൻ. മുരളിയുടെ സാഹചര്യം മനസ്സിലായതുപോലെ പ്രവീൺ പറഞ്ഞു. വയനാട്ടിൽ എനിക്കറിയുന്ന ഒരു ചേട്ടനുണ്ടടാ. പണ്ട് മുത്തച്ഛൻ്റെ കാര്യസ്ഥനായിരുന്ന കുമാരേട്ടൻ്റെ മകൻ അരവിന്ദൻ. ആള് അവിടെ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ സ്ഥിരതാമസമാണ്. ഞാൻ പുള്ളിയുടെ നമ്പർ തരാം നിനക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ വിളിക്ക്. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ മുരളി പറഞ്ഞു. താൻ പറഞ്ഞതിന് ഒന്ന് നീട്ടി മൂളുമ്പോഴും പ്രവീൺ എന്തൊക്കെയോ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് മുരളിക്ക് തോന്നി. ഇന്ന് അമ്മയുടെ കൂടെ എൻ്റെ വേദമ്പോളും കൂടെ ഇങ്ങ് പോന്നോ? വാ, അങ്ങൾ ചോദിക്കട്ടെ. രാവിലെ ആര്യയ്ക്കൊപ്പം ഷോപ്പിലേക്ക് വന്ന വേദുവിനെ കാണാൻ നിറഞ്ഞ ചിരിയോടെ നിരഞ്ജൻ തിരക്കി. വേദു വാടിയ മുഖത്തോടെ ആര്യയെ നോക്കി. മോള് ചെല്, അങ്കിൾ വിളിക്കുന്ന കേട്ടില്ലേ? പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് ആര്യ അവളെ നോക്കി. വേദു മേലെ നിന്ന് തലയാട്ടിക്കൊണ്ട് നിരഞ്ജന്റെ അടുത്തേക്ക് ചെന്നു. തൻ്റെ അടുത്തേക്ക് വന്നവളുടെ കൈയും പിടിച്ച് തൻ്റെ മുറിയിലേക്ക് പോയി നിരഞ്ജൻ. എന്തു പറ്റി എൻ്റെ വേദമോൾക്ക് ഇന്നിങ്ങോട്ട് പോരാൻ? ചോദിച്ചുകൊണ്ട് അവളെ തെളിയാത്ത മുഖത്തേക്ക് നോക്കി വല്ലായ്മയോടെ ഇരുന്നു നിരഞ്ജൻ. അവിടെ അമ്മായിയും മേമയും PSC ക്ലാസ്സിന് പോയില്ലേ? അമ്മമ്മയ്ക്ക് ജോലിയുണ്ട്. വേദു ഒറ്റയ്ക്കാവുമെന്ന് പറഞ്ഞ് അമ്മ കൂട്ടിയതാണ്. പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതെന്തായാലും കുഞ്ഞിങ്ങി പോന്ന നന്നേ. 2-3 ദിവസം ആയില്ലേ അങ്കിളും മോളെ കണ്ടിട്ട്. ഇന്ന് അങ്ങോട്ട് വന്ന് കാണുമെന്ന് കരുതിയിരിക്കുമായിരുന്നു. തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കിയെന്ന് കണ്ണു ചിമ്മി പറഞ്ഞിട്ട് ബാഗിലും ലാപ്ടോപ്പ് എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോഴും കൂടുതലൊന്നും പറയാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിപ്പായിരുന്നു വേദു. എന്തു പറ്റി വേദമോൾക്ക്? ഒരു ഉഷാറില്ലല്ലോ. അമ്മ വഴക്ക് പറഞ്ഞ കുഞ്ഞിനെ? അവൾക്കടുത്തേക്ക് ചെയർ നീക്കിയിട്ടിരുന്നുകൊണ്ട് വേദുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ച് ആ കുഞ്ഞു മുഖമൊന്ന് ഉയർത്തിക്കൊണ്ട് നിറഞ്ഞു തിരക്കി. ഒന്നുമില്ലെങ്കിലായി വിങ്ങുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അതെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ കഴിയുന്നതാണെങ്കിൽ നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടത് തുറന്നു പറയാം. എങ്കിൽ നമുക്കൊരല്പം ആശ്വാസം കിട്ടും. ഇവിടെ വേദമോൾക്ക് എന്തോ ഒരിച്ചിരി വിഷമം മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അത് അങ്കിളിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് മാറിയേക്കും. അങ്കിളിനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വേദ കാണുന്നെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അവൾ ഇന്ന് പാളി നോക്കിക്കൊണ്ട് തന്നെ നിരഞ്ജൻ ലാപ്ടോപ്പ് എടുത്ത് മടിയിൽ വെച്ച് ഓണാക്കി. അതേ അങ്കിളെ. നിരഞ്ജൻ്റെ കൈത്തണ്ടിൽ ചൂണ്ടുവിരൽ കൊണ്ട് തോണ്ടി വിളിച്ചു വേദ. മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയണ്ടടാ. അങ്കിൾ വെറുതെ ചോദിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ടിനോടല്ലേ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. അവൾ പറയുന്നത് മനസ്സിൽ ഉറപ്പിച്ചെങ്കിലും കപട സങ്കടത്തോടെ നിരഞ്ജൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു. എനിക്ക് അങ്കിളിനോട് പറയണം. അങ്കിൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഇപ്പം അങ്കിൾ മാത്രമേ ഉള്ളൂ വേദുവിന് ഫ്രണ്ടായിട്ട്. നിരഞ്ജൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് വേദു പറഞ്ഞു. എന്നാ പിന്നെ പറഞ്ഞു. എന്താ ഈ കുഞ്ഞു തലയിൽ പൊകിയുന്നത്? അവളുടെ തല പിടിച്ച് മെല്ലെ എന്ന് ആട്ടിക്കൊണ്ട് നിരഞ്ജൻ തിരക്കി. ഇന്നലെ ഉണ്ടല്ലോ ഒരു അമ്മൂമ്മ, അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയാണ്. അവരുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അത്രയും പറഞ്ഞിട്ട് വേദു ഒന്ന് നിർത്തി. അതിനിപ്പോൾ എന്തിനാ എൻ്റെ കുഞ്ഞിന് സങ്കടം? അത് വേദ മുഖം കുനിച്ചു. എന്താടാ കുഞ്ഞെ, അങ്ങളിനോട് പറയാൻ പാടില്ലേ? അവളുടെ കുനിഞ്ഞുപോയ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. അവർ അമ്മമ്മയോട് അവർ പറയാണ്, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയെ നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. അങ്ങനെ കല്യാണം കഴിച്ചാൽ അമ്മ ആളുടെ കൂടെ പോവില്ലേ? പിന്നെ വേദുവിന് അച്ഛനും ഇല്ല, അമ്മയില്ല, ആരും ഇല്ലാതാവില്ലേ? വിങ്ങി പൊട്ടിക്കൊണ്ടാണ് അവൾ ചോദിച്ചത്. ആരൊരാൾ നിസ്സാരമായി പറഞ്ഞു പോയ കാര്യം ആ കുഞ്ഞു മനസ്സിനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നോർക്കെ നിരഞ്ജൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ബൈക്ക് മുറ്റത്ത് വച്ചിട്ട് വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ അബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. എന്താ അബി, എന്താ പറ്റിയടാ? അടുക്കള ഒതുക്കി ഹാളിലേക്ക് വന്നിരുന്ന രാധിക ദേഷ്യത്തോടെ കയറി വരുന്നവനെ കാണാൻ വെപ്രാളത്തോടെ തിരക്കി. ഇന്നലെ ഇവിടെ അടുത്ത വീട്ടിൽ ആരെങ്കിലും വന്നോ? സുകുമാരിയാണോ? അതോ ആ നാണത്തള്ളിയോ? ആരായാലും ശരി, ഇനി ഈ മുറ്റത്ത് വരരുതെന്ന് വിലക്കേക്കണം.
അബിയുടെ അലർച്ച കേട്ട് ആദ്യം മുറിയിൽ നിന്ന് ഓടിയിറങ്ങി വന്നത് ക്ലാസ് കഴിഞ്ഞു വന്ന് വേഷം മാറുകയായിരുന്ന നിവിയായിരുന്നു. നീ ഇത്രയുമൊക്കെ വിളിച്ചു പോകാനും മാത്രം എന്താണോ ഉണ്ടായത്? ഇന്നലെ ഇവിടെ വന്നത് നാണിത്തള്ളയായിരുന്നു. അതിനെ ഒരു ഗ്ലാസ് ചായ കൊടുത്ത് കുടിച്ചു പോയി. അതിനാണോ നീ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്? ഒച്ച കേട്ട് ബാത്റൂമിൽ നിന്നുമായിരുന്ന അഞ്ജു മോടി വന്നു. നിവിയോട് എന്താ കാര്യമെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു. ഒന്നും അറിയില്ലെന്ന് നിവി കൈ മലർത്തി കാണിച്ചു. എന്താണ് കാര്യമെന്നോ? ആകെ ചായ കുടിച്ചത് മാത്രമേ ഉള്ളൂ, വേറൊന്നും അമ്മയോട് അവർ സംസാരിച്ചില്ല? കടുത്ത ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ അവൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിഴഞ്ഞുയർന്നു. അതിപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്തോ ഓർമ്മ വന്ന പോലെ രാധിക നിന്ന് വിക്കി. ആര്യയ്ക്ക് കല്യാണം ആലോചിക്കാൻ വരാൻ ആ സ്ത്രീ ആരാണ്? അമ്മ അവരോടൊക്കെ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങൾ വിളമ്പാൻ നിൽക്കുന്നത്? അബിയുടെ ദേഷ്യം എന്താണെന്നും ഇപ്പോൾ ഓരോന്നും ചോദിക്കുമ്പോൾ അവൻ ദേഷ്യം മടക്കി പിടിക്കുന്നതും അഞ്ജുവിനെയും രാധികയും പോലെ തന്നെ ഈ തവണ നിവിക്കും മനസ്സിലായി. മോനെ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാണ്. അബിയുടെ മുഖത്തെ കടുപ്പം കാണാൻ രാധിക കരയാൻ പാകത്തിനായി കഴിഞ്ഞിരുന്നു. അവർ വെറുതെ പറഞ്ഞതോ കാര്യമായിട്ട് പറഞ്ഞതോ? അവർ പറഞ്ഞത് കേട്ടപ്പോൾ എന്തുകൊണ്ട് അമ്മ എതിർത്ത് പറഞ്ഞില്ല? അത് കിട്ടുന്ന വേദുവിൻ്റെ മനസ്സിലെ വേദന അമ്മ എന്താ കണ്ടില്ലേ? രാധിക ടേബിളിൽ കൊണ്ടുവച്ച ചൂടുവെള്ളം ഇരുന്ന ഗ്ലാസ് തട്ടി എറിഞ്ഞുകൊണ്ട് അബി തിരക്കി. ചിത്തുവേട്ടാ, എന്തൊക്കെയാണ് കാണിക്കുന്നത്? അവൻ്റെ ചുവന്ന മുഖം കാണെ പേടി തോന്നിയതിൽ നിവി വിളിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. അഞ്ജു ആണെങ്കിൽ പേടിയുടെ രാധികയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എൻ്റെ വേദോട്ടിക്ക് എന്ത് സങ്കടം തോന്നിക്കാണും. മുഖം വാടിയിരിക്കുന്നത് കണ്ട് ഇന്നളയും ചോദിച്ചപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞത്. പതിവില്ലാതെ ആര്യയ്ക്കൊപ്പം അവളും പോകാൻ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാണ് എന്തോ പ്രശ്നമുണ്ടെന്ന്. നിവിയുടെ കൈ കുടഞ്ഞു കളഞ്ഞിട്ടാണ് അബി പറഞ്ഞത്. ഞാൻ കണ്ടില്ല മോനെ കുഞ്ഞു നിൽക്കുന്നത്. അവൾ മുറിയിലായിരുന്നു. കേട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. അവള് എന്നോടൊന്നും പറഞ്ഞതുമില്ല, ചോദിച്ചതുമില്ല. പിന്നെ ആര്യയെ എല്ലാ കാലവും ഇങ്ങനെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്കും ഒരു ജീവിതം വേണം. ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ 6-7 വർഷമായി ജീവിക്കുന്നവളാണ്. അവളെ മനസ്സിലാക്കി ആരെങ്കിലും വന്നാൽ അവൾക്കും വേദുവിനും ഒരുപോലെ സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ മോളുടെ കൈ പിടിച്ച് ആ ആൾക്ക് കൊടുക്കും. അതിപ്പോൾ ആരായാലും. നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചിട്ട് രാധിക പറഞ്ഞു. വേണ്ടെന്ന് ഞാനും പറഞ്ഞില്ല. പക്ഷേ ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ഒരുപോലെ ഇല്ലാതായി പോകുന്ന തീരുമാനമാവരുത്. അത് അത്രയുള്ളൂ എനിക്ക്. കടുപ്പും ഒട്ടും കുറയാതെ പറഞ്ഞിട്ട് മുറിയിലേക്ക് പാഞ്ഞു പോയി അബി. ഹോ എൻ്റെ ദൈവമേ! നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു വാഞ്ചു. ആൻറ്റി കരയിലെ ജിത്തുവേട്ടൻ പെട്ടെന്ന് കേട്ട ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാണ്. രാധികയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുന്നത് കാണേ നിവി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ എനിക്കെന്തോ ആ നാണത്തള്ള പറഞ്ഞത് തെറ്റായിട്ട് തോന്നിയില്ല. ആരുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലൊരു ബന്ധം ഒത്തുവന്നാൽ അത് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ കടമയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ എൻ്റെ മോളെ ഞാൻ വിടില്ല. കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ അവർ ഉറപ്പോടെ പറഞ്ഞു. ചേച്ചിയുടെ കാര്യം അമ്മ തീരുമാനിക്കുന്നത് പോലെ നടക്കോ? ചേച്ചി ഒറ്റയ്ക്കല്ല, കൂടെ 11 വയസ്സാകാൻ പോകുന്നൊരു പെൺകുഞ്ഞു കൂടെ ഉണ്ട്. അതിൻ്റെ കാര്യം അമ്മ മറന്നുപോയോ? അതുവരെ അബി പേടിച്ചെന്ന അഞ്ജു ഇപ്പം രാധിക പറഞ്ഞ കേൾക്കെ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ആര്യ മറ്റൊരു വിവാഹം കഴിച്ചാൽ വേദുമോളെ അവൾ നോക്കില്ലേ? ഒരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിൻ്റെ ജീവിതം എങ്ങും എത്താതെ പോട്ടെ എന്നാണോ? രാധികയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നുപോയി. രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ മക്കളെ നോക്കാൻ തടസ്സമൊന്നുമില്ല. ആ ജീവിതത്തിൽ അമ്മയും മക്കളും ഒക്കെ സന്തോഷിക്കുമെങ്കിൽ പിന്നെ ഞങ്ങളച്ഛൻ മരിച്ചപ്പോൾ അമ്മ എന്താ മറ്റൊരു വിവാഹം കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്? ഒരു കൂസലമില്ലാതെ രാധികയുടെ അഞ്ച് ചോദിക്കുന്നത് കേൾക്കെ നിവി കണ്ണും വീഴ്ചുപോയി. അങ്ങനെ വേറെ കെട്ടാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേറെ പെണ്ണിനെ അന്വേഷിച്ചു പോയതല്ല നിന്റെ അച്ഛൻ. ജീവിച്ചിരുന്ന കാലം അത്രയും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ മറക്കാൻ ആർക്കെങ്കിലും ആവുമോ? കൂർത്ത മിഴിയുടെ അഞ്ജുവിനെ നോക്കി നിൽക്കുന്ന നിവിയെ കൂടെ നോക്കിയിട്ടാണ് ഇടറിയ സ്വരത്തിൽ രാധിക പറഞ്ഞത്. മതി ആ കാര്യത്തെക്കുറിച്ചുള്ള ഇവിടുത്തെ ചർച്ച. ആ പെണ്ണ് ഇനി ഇതും കേട്ട് വന്നിട്ട് വേണം ആ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്നും കൂടെ ഇറങ്ങിപ്പോവാൻ. വാതിൽ വലിച്ചു തുറന്ന് ഇവിടുന്ന് ഒച്ച ഉയർത്തി പറഞ്ഞു അവി. നിവി എല്ലാവരെയും മാറി നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. വൈകിട്ട് വീർത്ത് കെട്ടിയ മുഖത്തോടെ ഷോപ്പിലേക്ക് കയറി വന്ന നിവിയെ കാണാൻ നിരഞ്ജന മുഖം വിടർന്നു. ഏട്ടൻ എന്നാ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. 2 ദിവസമായില്ലേ എൻ്റെ കുഞ്ഞെ കണ്ടിട്ട്? അവളെ പിടിച്ചടുത്തിരുത്തിയിട്ടാണ് നിരഞ്ജൻ പറഞ്ഞത്. 2 ദിവസം ആയില്ല, ഇന്നലെ ഒരു ദിവസം. ഇന്ന് ഞാനിങ്ങി വന്നല്ലോ ഏട്ടനെ കാണാൻ. മുഖം പൊറപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ നിവി പറഞ്ഞു. അപ്പോൾ ഈ മുഖം ഇങ്ങനെ മത്തങ്ങ പോലെ ആയത് ഏട്ടനെ കാണാഞ്ഞിട്ടല്ലെന്ന് സാരം. ചെറുചീരിയോടെ നിരഞ്ജൻ പറഞ്ഞു. ഡ്രോയിങ് ബുക്കിൽ എന്തോ വരച്ചുകൊണ്ടിരുന്ന വേദ ചെറുചീരിയോടെ ആ ഏട്ടനെയും അനിയത്തെയും അവരുടെ സ്നേഹം നോക്കിയിരുന്നു. അല്ല, ഏട്ടനെ കാണാഞ്ഞിട്ടല്ല. അതാണെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരും. ഇതൊന്നുമല്ല, വേറെ കാര്യമാണ്. ആ കാര്യത്തിൽ ഏട്ടനോട് ഞാൻ പിണക്കവുമാണ്. കെറുവോടെ പറഞ്ഞിട്ട് മുഖം ചെരിച്ച് തങ്ങളെ രണ്ടാളെ നോക്കിയിരിക്കുന്ന വേദിനെ നോക്കിയെന്ന് കണ്ണ് ചിമ്മി നിവി. എന്നാ പിന്നെ ഈ കുട്ടിക്കാലം കൊണ്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം പറഞ്ഞു എൻ്റെ കുഞ്ഞി.
നിവ്യയുടെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു, അതൊന്നുമില്ല, ഞാൻ വെറുതെ വന്നതാണ്. ആര്യ ചേച്ചി പോകുമ്പോൾ ഞാനും പോകും. നിവി പിണക്കം മാറാതെ പറഞ്ഞു. അപ്പം കാര്യമായിട്ടുള്ള പിണക്കാണെന്ന് തോന്നലോ ഏട്ടൻ്റെ കുഞ്ഞിക്ക്. നിരഞ്ജൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് സെറ്റിയിൽ നിവിയോട് ചേർന്ന് വന്നിരുന്നു. ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോയിട്ട് വരാവേ. നിരഞ്ജനെയും നിവിയെയും നോക്കി ചെറുചീരിയോടെ പറഞ്ഞിട്ട് വേദു ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി പറഞ്ഞു, എന്തിനാ ഏട്ടൻ്റെ കുഞ്ഞിക്ക് പിണക്കം? നിവിയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ നിരഞ്ജൻ തിരക്കി.